രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം. ഏലീശ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, അരമുറുക്കി ഒരു പാത്രം തൈലമെടുത്ത് റാമോത്ത് ഗിലെയാദിലേക്ക് പോവുക. അവിടെ എത്തി നിംഷിയുടെ പൗത്രനും യഹോഷാഫാത്തിന്റെ പുത്രനുമായ യേഹുവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചുകൊണ്ടു പോവുക. അവന്റെ തലയിൽ തൈലം ഒഴിച്ചുകൊണ്ട് പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിന്റെ രാജാവായി ഞാൻ എന്നെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് ഓടുക. പ്രവാചക ഗണത്തിൽപ്പെട്ട ആ യുവാവ് റാമോത്ത് ഗിലെയാദിലേക്ക് പോയി. അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുന്നത് അവൻ കണ്ടു. സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കുവാനുണ്ട്. യേഹു ചോദിച്ചു, ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം? അവൻ പറഞ്ഞു, സേനാധിപ, അങ്ങേക്ക് തന്നെ. അവൻ എഴുന്നേറ്റ് വീടിനുള്ളിലേക്ക് കടന്നു. യുവാവ് തൈലം അവന്റെ ശിരസിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിന്റെ ജനമായ ഇസ്രായേലിന്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. നീ നിന്റെ യജമാനായ ആഹാബിന്റെ ഭവനത്തെ നശിപ്പിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ പ്രവാചകന്മാരുടെയും മറ്റു ദാസന്മാരുടെയും രക്തത്തിന് ജസബലിനോട് പ്രതികാരം ചെയ്യും. ആഹാബ് ഗൃഹം നശിക്കും. ആഹാബിന്റെ ഭവനത്തിന് ഇസ്രായേലിൽ ഉള്ള സ്വതന്ത്രനോ അടിമയോ ആയ സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും. ആഹാബിന്റെ ഭവനത്തെ നബാത്തിന്റെ പുത്രനായ ജറബോവാമിന്റെ ഭവനം പോലെയും അഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും. ജസബലിനെ നായ്ക്കൾ ജസേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും. ആരും അവളെ സംസ്കരിക്കുകയില്ല. അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹു തന്റെ യജമാനന്റെ സേവകന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, എന്താണ് വിശേഷം? ആ ഭ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്ത് വന്നത്? അവൻ പ്രതിവചിച്ചു, അവനും അവന്റെ സംസാര രീതിയും നിങ്ങൾക്ക് പരിചിതമാണല്ലോ. അവൻ പറഞ്ഞു, അത് ശരിയല്ല, നീ ഞങ്ങളോട് പറയുക. അപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹു രാജാവായിരിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം. ആഹാബിന് സമരിയായിൽ 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹു നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിന്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമരിയായിലേക്ക് കത്തുകൾ അയച്ചു. നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെയുണ്ടല്ലോ. തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ. ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനന്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാനന്റെ ഭവനത്തിന് വേണ്ടി നിങ്ങൾ പോരാടുവേൻ. ഭയവിഹുലരായ അവർ പറഞ്ഞു, 2 രാജാക്കന്മാർക്ക് അവനെ എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല, പിന്നെ നമുക്ക് എങ്ങനെ കഴിയും? അങ്ങനെ കൊട്ടാര വിചാരിപ്പ് കാരണം നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് യേഹുവിന് ഒരു സന്ദേശം അയച്ചു. ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. അങ്ങയുടെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം. ഞങ്ങൾ ആരെയും രാജാവായി വാഴിക്കുകയില്ല. അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി, നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാന പുത്രന്മാരുടെ ശിരസ്സുകളുമായി നാളെ ഈ നേരത്ത് ജസ്രയേലിൽ എൻ്റെ അടുക്കൽ വരുവിൻ. രാജപുത്രന്മാർ 70 പേരും രക്ഷകർത്താക്കളായ നഗരപ്രമാണികളോട് കൂടെ ആയിരുന്നു. കത്ത് കിട്ടിയപ്പോൾ അവർ രാജാവിൻ്റെ 70 പുത്രന്മാരെയും വധിച്ച് ശിരസ്സുകളെ കുട്ടകളിലാക്കി ജസ്രയേലിൽ അവൻ്റെ അടുത്തേക്ക് അയച്ചു. രാജപുത്രന്മാരുടെ ശിരസ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ദൂതൻ അറിയിച്ചപ്പോൾ യേഹു പറഞ്ഞു, അവ 2 കൂനകളായി പ്രഭാതം വരെ പടിവാതിൽക്കൽ വെക്കുക. പ്രഭാതത്തിൽ അവൻ പുറത്തു വന്ന് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ നിർദോഷരാണ്. എൻ്റെ യജമാനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ്. എന്നാൽ ഇവരെ നിഗ്രഹിച്ചത് ആരാണ്? ആഹാബ് ഗ്രഹത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. കർത്താവ് തൻ്റെ ദാസൻ ഏലിയായിലൂടെ അരുളി ചെയ്തത് നിറവേറിയിരിക്കുന്നു. യേഹു ജസ്രയേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും അവൻ്റെ ഉറ്റ സ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി. യേഹു അവിടെ നിന്ന് പുറപ്പെട്ട് സമരിയായിലെത്തി. മാർഗമധ്യേ ആട്ടിടയന്മാരുടെ
ബത്തേക്കേതിൽ എത്തിയപ്പോൾ യൂദാ രാജാവായ അഗസ്യായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ അഗസ്യായുടെ ബന്ധുക്കളാണ്. ഞങ്ങൾ രാജ്ഞി പുത്രന്മാരെയും മറ്റു കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നതാണ്. അവൻ പറഞ്ഞു, അവരെ ജീവനോടെ പിടിക്കുവിൻ. അവർ അവരെ ഓടിച്ച് ബത്തേക്കലിലെ കിണറ്റിനരികിൽ എത്തിച്ചു വധിച്ചു. അവർ 42 പേരുണ്ടായിരുന്നു. ആരും അവശേഷിച്ചില്ല. യേഹൂ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റാഖാബിന്റെ പുത്രൻ യഹോനാഥിനെ കണ്ട് മംഗളം ആശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോടും വിശ്വസ്തതയുണ്ടോ? യഹോനാഥാബ് മറുപടി പറഞ്ഞു, ഉവ്വ്. യേഹൂ പ്രതിവചിച്ചു, അങ്ങനെയെങ്കിൽ കൈ തരിക. അവൻ കൈ കൊടുത്തു. ഉടനെ യേഹൂ അവനെ തന്റെ രഥത്തിൽ കയറ്റി. അവൻ പറഞ്ഞു, എന്നോട് കൂടെ വന്ന് കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണുക. അങ്ങനെ അവർ യാത്ര തുടർന്നു. അവൻ സമരിയായിലെത്തിയപ്പോൾ ആഹാബിന്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു. കർത്താവ് ഏലിയായിലൂടെ അരുളി ചെയ്തത് അങ്ങനെ നിറവേറി. യേഹൂ ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ, എന്നാൽ യേഹൂ അവനെ അധികം സേവിക്കും. അതിനാൽ ബാലിന്റെ പ്രവാചകന്മാരെയും ആരാധകരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ എൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുവിൻ. ഞാൻ ബാലിന് ഒരു വലിയ ബലി സമർപ്പിക്കും. വരാത്തവൻ വധിക്കപ്പെടും. ബാലിന്റെ ആരാധകന്മാരെ നശിപ്പിക്കാൻ യേഹൂ ഉപയോഗിച്ച തന്ത്രമായിരുന്നു ഇത്. യേഹൂ കൽപ്പിച്ചു, ബാലിന് ഒരു തിരുനാൾ പ്രഖ്യാപിക്കുവിൻ. അവർ അത് വിളംബരം ചെയ്തു. ഇസ്രായേലിലെങ്ങും അവൻ സന്ദേശമയച്ചു. ബാലിന്റെ ആരാധകരെല്ലാം വന്നു ചേർന്നു. ആരും വരാതിരുന്നില്ല. അവർ ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. ആലയം നിറഞ്ഞു കവിഞ്ഞു. അവൻ ചമയപ്പുര വിചാരിപ്പുകാരോട് പറഞ്ഞു, ബാലിന്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവിൻ. അവൻ അവ കൊണ്ടുവന്നു. തുടർന്ന് യേഹൂ റാഖാബിന്റെ പുത്രനായ യഹോനാഥ് മുത്ത് ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ ബാലിന്റെ ആരാധകരോട് പറഞ്ഞു, ഇവിടെ ബാലിന്റെ ആരാധകരല്ലാതെ കർത്താവിന്റെ ദാസന്മാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുവിൻ. അനന്തരം യേഹൂ കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്നതിന് ഒരുങ്ങി. അവൻ 80 പേരെ പുറത്തു നിർത്തിയിരുന്നു. അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെയെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ തന്റെ ജീവൻ നൽകേണ്ടി വരും. ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞ ഉടനെ യേഹൂ അംഗരക്ഷകന്മാരോടും സേവകന്മാരോടും പറഞ്ഞു, ഉള്ളിൽ കിടന്ന് അവരെ വധിക്കുക. ആരും രക്ഷപ്പെടരുത്. അവർ അവനെ വാളിനിരയാക്കി വെളിയിലെറിഞ്ഞതിന് ശേഷം ബാലഗൃഹത്തിന്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്തംഭം പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി. അങ്ങനെ ബാലിന്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അതൊരു വിസർജന സ്ഥലമാക്കി മാറ്റി. അത് ഇന്നും അങ്ങനെ തന്നെ. അങ്ങനെ യേഹൂ ബാലിനെ ഇസ്രായേലിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. എന്നാൽ യേഹൂ നവാത്തിന്റെ പുത്രനായ ജെറോബോം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. ബേഥേലിലും ദാനിലും ഉണ്ടായിരുന്ന സ്വർണ്ണ കാളക്കുട്ടികളെ അവൻ ആരാധിച്ചു. കർത്താവ് യേഹൂവിനോട് പറഞ്ഞു, നീ എൻ്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എൻ്റെ ഇംഗിതമനുസരിച്ച് ആഹാബിന്റെ ഭവനത്തോട് വർത്തിക്കുകയും ചെയ്തതിനാൽ നിന്റെ പുത്രന്മാർ 4 തലമുറ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴും. എന്നാൽ യേഹൂ പൂർണ്ണ ഹൃദയത്തോടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല. ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. അക്കാലത്ത് കർത്താവ് ഇസ്രായേലിന്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി. ഹസായേൽ ഇസ്രായേലിനെ അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി. കിഴക്ക് ജോർദാൻ മുതൽ ഗിലെയാദ് ദേശം മുഴുവനും ഗാദിന്റെയും റൂബന്റെയും മനാസയുടെയും പ്രദേശങ്ങളും അർണോന്റെ താഴ്വരയ്ക്കുള്ള സമീപമുള്ള ആരോവർ മുതൽ ഗിലെയാദും ബാഷാനും വരെയും അവൻ കീഴടക്കി. യേഹൂവിന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ ശക്തിപ്രാഭവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേഹൂ തന്റെ പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ പുത്രൻ യെഹോവാസ് ഭരണമേറ്റു. യേഹൂ സമരിയായിൽ ഇസ്രായേലിനെ ഭരിച്ചത് 28 വർഷമാണ്.